സ്മാർട്ടാണ്, അവൻ്റെ നല്ല ഡേ ആണ്, കലക്കൻ സ്റ്റൈലായിട്ടാണല്ലോ. ഗ്രേറ്റ് ഡേ ഫോർ യു. We both are a family person, so ഞങ്ങൾക്ക് ഫാമിലി എപ്പോഴും പ്രയോറിറ്റി ആണ്. നല്ല കുട്ടപ്പനായിട്ടുണ്ട്. പിന്നെ വളരെയധികം സന്തോഷമല്ലേ, സർപ്രൈസ് ആയിട്ട് കിട്ടിയല്ലേ, ഗോഡ്സ് ഗിഫ്റ്റ് ആണ് അവൻ. Ben is a very calm, loving, a very romantic person. He's so passionate also, and I'm a big yapper. But then I believe it's a match made in heaven. Ben വളരെ നല്ല കുട്ടിയാണ്, നല്ല അനുസരണയുള്ള കുട്ടിയാണ്, വളരെ ലവിംഗ് ബോയ് ആണ്. അവൻ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കൊച്ചാണ്. Ben is looking very handsome today. Congratulations, Ben and Divya, on your happy wedding. തീരുമാനങ്ങൾ രണ്ടുപേരും ഒരുമിച്ചെടുക്കുക. ബെസ്റ്റ് വിഷസ് ഫോർ ബെൻ ആൻഡ് ദിവ്യ ഫോർ ദി ഫ്യൂച്ചർ ലൈഫ്. ഗുഡ് ലക്ക് വിത്ത് മാരേജ്. കഴിയുന്നതും പരസ്പരം കൺസൾട്ട് ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുക, നന്നായിട്ട് ആഗ്രഹിച്ചു മുമ്പോട്ട്. അവസാനം അത് സംഭവിച്ചു. സർപ്രൈസിംഗ്ലി ഇറ്റ് വെന്റ് സോ ക്വിക്ക് ആൻഡ് ഐ ആം റിയലി ഹാപ്പി. ബെൻ, ദിവ്യ, ഞങ്ങളിത് നമ്മുടെ അങ്കമാലിക്കടുത്ത് മൂക്കന്നൂരിന് അടുത്തൊരു സ്ഥലമാണ് കേട്ടോ. എൻ്റെ പിന്നിൽ കാണുന്നതാണ് ബെന്നിൻ്റെ വീട്. ഇന്നത്തെ വെഡ്ഡിങ് വ്ളോഗിനെ കുറിച്ച് പറയുമ്പോൾ എന്തുവാ, ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസം. കാരണം ബെന്നിൻ്റെ ഫാമിലി, ബെന്നിൻ്റെ മമ്മിയുടെ ഫാമിലി, അവരൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നു, നമ്മളെ അത് കണ്ടിഷ്ടപ്പെട്ട് വിളിച്ചതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് നമ്മളെ വിളിച്ചത് ചോദിച്ചപ്പോൾ അവരുടെ ഫാമിലി ഒരു അംഗത്തെ പോലെ നമ്മളെ അവർ കാണാൻ കഴിയുന്നു എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അതുപോലെ തന്നെ ആ ഫാമിലിയോടൊപ്പം നമ്മൾ മാക്സിമം എൻ്റർടൈൻ ചെയ്തിട്ട് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണണം, നിങ്ങളെ സപ്പോർട്ട് വേണം. നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിലൊക്കെ ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ. വെഡ്ഡിങ് വ്ളോഗാണ്, ആസ്വദിച്ച് കണ്ടു കല്യാണ ദിവസത്തെ മനോഹരമായ നിമിഷങ്ങൾ നമ്മുടെ ഫാമിലിയോടൊപ്പം. ഇവിടെ കണ്ടുകൊണ്ടിരിക്കുക. ഇവിടെ നല്ലൊരു ഫോട്ടോ ഉണ്ട് കേട്ടോ, അടിപൊളി. അതിലുപരി എനിക്ക് ഇഷ്ടപ്പെട്ട വേറെ സംഭവം ഉണ്ടല്ലേ, ഇവർ ഒരു ഫാമിലി പിക്ക്, ഇതിനകത്തിൽ എല്ലാവരും ഉണ്ട്. ഇതാണ് ബെന്നിൻ്റെ പപ്പ, മമ്മി, അമ്മച്ചി, അനിയത്തിമാർ. യെസ്, ഇത് മൂത്ത ആളാണ് കേട്ടോ. ഇത് പപ്പയും മമ്മി മൂത്ത ആളും, മാതാവ് കൈകൂപ്പി നിൽക്കുന്നു. ഇത് ഇവിടെ നല്ലൊരു ഫാമിലി ഫോട്ടോയാണ്. ബെന്നിന് ഗ്രാജുവേഷൻ്റെ ഗൈസ്. അങ്ങനെ ഇല അനീത്തിയും മൂത്ത അനീത്തിയും മമ്മിയും കൂടെ. ഇതാണോ ബെന്നിൻ്റെ ബെഡ്റൂം? ഇത്രയും ബെന്നിൻ്റെ മേക്കപ്പ് സാധനങ്ങളായിരുന്നോ? ഇച്ചിരി ഇങ്ങനെ കാണിച്ച് ഉയർത്തി പിടിച്ചിട്ട് ഞാൻ വെച്ച് യെസ്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിച്ചോണ്ട് ചെയ്തോ. ഇച്ചിരി ഉയർത്തിക്ക്. താൻ സെൻറ്റർ നിൽക്കാമോ? ഹൈറ്റ് വേസ് നിൽക്കാം. ഉയർത്തിക്ക്. ഇത്രയും കവറാക്കി. 3 പേരും വെരി ക്ലോസ് ആയി. വെരി ക്ലോസ് ആയി. ക്ലോസ് ഡൗൺ. ഇങ്ങനെ സാധനം തൻ്റെ ഫേസ് ഇങ്ങോട്ട് വരണേ ഒരേപോലെ. യെസ്, നീ താൻ അങ്ങോട്ട് ചോദിച്ചു ഇവൻ. ഞാൻ പറയുമ്പം ചൂടൊന്ന് പൊക്കി താക്കണം കേട്ടോ. അന്നോടെ ചിരിച്ചോണ്ട്. അയാൾ അമ്മ ചിരിക്കുന്നു. ഇതുപോലെ ഓർമ്മ എത്ര നാൾ ഇങ്ങനെ ഓടിപ്പിടിച്ച് ഓർമ്മയുണ്ടോ? ഞങ്ങളുടെ കൈക്കിടുമ്പോൾ 900 ഗ്രാമേ ഉണ്ടായിരുന്നുള്ളൂ. 6 മാസത്തിലുണ്ടായി. പിന്നെ 3 മാസം NICയിൽ കിടന്നു. 1 കിലോ പോലും ഉണ്ടായിരുന്നില്ല. 1 കിലോ ഇല്ല ഞാളാണോ ഇത്? 900 ഗ്രാമേ ഉണ്ടായിരുന്നുള്ളൂ. അതെ, വളരെ പാവമായിരുന്നു. എന്ത് അടിച്ചാലും ഒന്നും കരയൊന്നുമില്ല. അതുപോലെയാണ് ഈ രണ്ടെണ്ണം. അല്ലല്ല, 900 ഗ്രാമിൽ നിന്ന് ഒരു 110 ഇല്ല എത്തിച്ചു. അതാണ് പേരൻസിന്റെ ഏറ്റവും വലിയൊരു കടമ. അവന് കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആണ്. ഓ, 12ാം ക്ലാസ്സിൽ അവന് കിട്ടിയതാണ്. പിന്നെ അത് അവന് സെക്കൻഡ് ഡാനിന് പോകാൻ പറ്റിയില്ല. പഠിക്കാൻ മാസ്റ്റേഴ്സിന് അല്ല ഗ്രാജുവേഷന് ദുബായ് മണിപ്പാലിലായിരുന്നു. പിന്നെ ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ യുകെയിൽ പോയി. അപ്പൊ അവന് സെക്കൻഡ് ഹാൻഡ് എടുക്കാൻ സമയം കിട്ടില്ല. പിന്നെ ജോലിയായി. അതിന്റെ ഇടയിലാണ് മമ്മു വന്ന് പെട്ടത്. അപ്പൊ പിന്നെ അവൻ എല്ലാ വർക്കും സ്റ്റോപ്പ് ചെയ്തു. ഇനിയിപ്പോ മമ്മുന്റെ കൂടെ ആയിക്കോട്ടെ. വേറൊരു കാര്യം ചോദിക്കട്ടെ, ആള് നിങ്ങൾ കല്യാണം കഴിച്ച അവിടെ തന്നെയായിരുന്നു അന്ന് മുതലേ? നമുക്ക് ഇങ്ങനെ ഒരു ഹാപ്പിനെസ് നമ്മുടെ ലൈഫിലേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അപ്പനെന്ന നിലയിലുണ്ടായ സന്തോഷം എന്ന് പറഞ്ഞത് പിന്നെ വളരെയധികം സന്തോഷമല്ലേ, സർപ്രൈസ് ആയിട്ട് കിട്ടിയല്ലേ, ഗോഡ്സ് ഗിഫ്റ്റ് ആണ് അവൻ. വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആളിന്റെ ഏറ്റവും ലൈഫിലെ ഏറ്റവും ഒരു ഹാപ്പിനെസ് ആദ്യം ഷെയർ ചെയ്യാൻ വരുന്ന ആരോടായിരിക്കും? പപ്പയുടെ ആയിരിക്കും, അമ്മയുടെ ആയിരിക്കും? കൂടുതൽ അവൻ അമ്മയുടെ. അമ്മപുത്രനാണ്. ഒഫീഷ്യൽ ഡിസിഷൻ മാത്രം എന്നോട് സംസാരിക്കണം. ഓ, അങ്ങനെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടൊരു കൊച്ചാ. നമ്മള് ഫസ്റ്റ് കണ്ടു പെണ്ണ് കാണാൻ പോയപ്പോ തന്നെ നമ്മള് പെണ്ണ് കാണാൻ പോയതാന്നൊരു തോന്നല് പോലും ഉണ്ടായിരുന്നില്ല. അവിടെ അടുത്ത് എന്തോ പറയുന്നു. എന്തായിരുന്നു? ഇതിലാരാണ്? ഇടതോ വലതോ? അതെ. പിന്നെ ഏറ്റവും കൂടുതൽ കൂട്ടായതാരാ? PR ഓഫീസറാണ് കാതറിൻ. PR വർക്ക് കംപ്ലീറ്റ് ചെയ്യണ കാതറിനാണ്. കാതറിനാണ്
നൂറുകണക്കിന് ബത്ലഹേമിന്റെ കണ്ടിട്ട് ക്ലിക്ക് ഫോർ ഹെയർ എന്ന് പറഞ്ഞു. അപ്പോഴും അവൻ മടി പിടിച്ചിരുന്നു. വേണ്ട, ചുമ്മാ ആയിരിക്കും, കയറി നോക്കി കാണും. പിന്നെ രണ്ടാമത്തോളാണ് നമ്മള് മെന്റലി എന്തെങ്കിലുമൊക്കെ നമുക്ക് ഡിസ്റ്റർബൻസ് വന്നാൽ അവളോട് ചോദിക്കും. സൈക്കോളജി പരമായി എന്ത് ഉത്തരവാദിത്തങ്ങളും അവളെ ഏറ്റെടുക്കും. കാണിക്കട്ടെ. Ben is a very calm, loving, a very romantic person. He's so passionate also, and I'm a big yapper. അപ്പോൾ നമ്മൾ തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ഇറ്റ്സ് എ പക്ക അറേഞ്ച് മാരേജ്, ബട്ട് ദെൻ ഐ ബിലീവ് ഇറ്റ്സ് എ മാച്ച് മെയ്ഡ് ഇൻ ഹെവൻ, സംതിങ് ദാറ്റ് വിൽ നെവർ എവർ ഫർഗെറ്റ് ഇൻ അവർ ലൈഫ്. അങ്ങനെ അമ്മമ്മ ഞങ്ങൾ ക്യാമറയുടെ മുമ്പിലോട്ട് കൊണ്ടുവരാൻ പോകുന്നു. വാ. ബെന്ന് വളരെ നല്ല കുട്ടിയാണ്, നല്ല അനുസരണയുള്ള കുട്ടിയാണ്. ബെന്നിന്റെ ചൈൽഡ്ഹുഡില് അവനെ കുളിപ്പിക്കെടുപ്പ് അങ്ങനെയൊക്കെയുള്ള സംഭവം അമ്മമ്മ ഉണ്ടായിരുന്നില്ല? ഇല്ല, അത് മോളെ തന്നെ കുളിപ്പിച്ചിരുന്നത്. പക്ഷെ ശാന്തപ്രിയനാണ്, വളരെ ലവിങ് ബോയ് ആണ്. നാട്ടിൽ പോകുന്ന സമയത്ത് അമ്മമ്മയുടെ ഒപ്പം കിടക്കാറ്. ഒരേ കട്ടിലാണ് കിടക്കാറ്. 10ാം ക്ലാസ് വരെ. പുള്ളി ഭയങ്കര ഫാമിലിനാണ് അല്ലേ? നിങ്ങൾ ഫാമിലിയുമായിട്ട് ഭയങ്കര ടച്ച് ഉണ്ടോ? ഫാമിലി ഇല്ലാതെ ഒരു ദിവസം സെയിം ഫോർ മൈ ഡാഡ്. എന്റെ ഫാദറിനെ കണ്ടാണ് പഠിക്കുന്നത്. ഹീസ് എ ഫാമിലി മാൻ. ഹീസ് എ ബിഗ് ഫാമിലി മാൻ. മമ്മിയുടെ ഒരു ഗിഫ്റ്റ് ആണ്. മമ്മി അത് വളരെ ആഗ്രഹിച്ച് എന്നോട് അവിടെ നിന്ന് കൊണ്ടുവന്ന് കൊടുക്കാൻ പറഞ്ഞാണ് ബെന്നിന്. മമ്മിയുടെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ്. ബെന്നിന് ഇഷ്ടപ്പെട്ടത് വാച്ചാണ്. വാച്ച് കെട്ടി മോന്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ച് രണ്ട് സൈഡിലും കൊടുത്ത് രണ്ടുപേരും. അമ്മാമ, മക്കളുണ്ടാകുന്നതിനെക്കാട്ടി സന്തോഷമല്ലേ കൊച്ചുമക്കളുണ്ടാകുമ്പോൾ? 11 കൊച്ചുമക്കളുണ്ടോ? ഇയാളെത്രാമത്തെയാ? രണ്ടാമത്തെ. ഓക്കെ. മൂത്ത പെങ്ങള് ഹായ്. ചേച്ചി. ചേച്ചിയുടെ ഹസ്ബൻഡ് ആണ്. ഓക്കെ. മോന്. ഓക്കെ. ഓക്കെ. പാലായിലാരാ ഉള്ളേ? എന്റെ വീഡിയോ കാണുന്ന പാലായിലൊരു ചേച്ചി. എന്റെ ചേച്ചിയാണ്. ഓക്കെ. ജോണിയുടെ രണ്ടാമത്തെ സിസ്റ്റർ. ഇവര് എല്ലാരും യൂട്യൂബിൽ കാണാനുള്ള ഒരു വഴി ഒപ്പിച്ചു തരുമോ? കോളേജിലും ബെന്നിന്റെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയാണ്. ഓക്കെ. മോള് ഹായ്. ഡോക്ടറാണ്. ഒരാളുടെ ഉണ്ട്, ആള് പുറത്താണ്. ശരി, എല്ലാവരും ഇരുന്ന് ബോറടിച്ചെങ്കിൽ നമുക്ക് ഫോട്ടോ എടുത്താലോ? ഇത് ഞാൻ ജോണിയുടെ ബ്രദറിന്റെ രണ്ടാമത്തെ. ഓക്കെ. ഇത് ഡോക്ടർ. ഇത് പപ്പായുടെ ജ്യേഷ്ഠന്റെ. ഹായ് ബ്രദർ. ഹലോ. ഹായ്. ആളിനെ കണ്ടാല് പറയുന്നോണ്ടും തോന്നല്ലേ, ഒരു കല്യാണിയുടെ ചെറിയ കല്യാണി പ്രിയദർശനാണോന്ന് ഞങ്ങൾ ചിലപ്പോ തോന്നിപ്പോയി. അത് ഇവരിങ്ങനെ പറയാറുണ്ട് ഇടയ്ക്കൊക്കെ. നസ്രിയ എന്ന് പറഞ്ഞോ? കല്യാണി പ്രിയദർശന്റെ ഒരു. അതെ അതെ. ഇതിനി ആരും കേൾക്കത്തില്ല. മമ്മിയുടെ അമ്മയല്ലേ? യെസ്. എന്നെ ഉണ്ട്. കൊച്ചുമോനെ കുറിച്ച് ഞങ്ങളിങ്ങനെ ചോദിക്കുമായിരുന്നു. അപ്പൊ ഒരാള് പറഞ്ഞു കൊച്ചുമോൻ പാവമാണ്. പിന്നെന്തൊക്കെയാ പറ. അവൻ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കൊച്ചാണ്. എത്ര കൊച്ചുമക്കളുണ്ട്? 17 കൊച്ചുമക്കളുണ്ട്. 11ഉം 17ഉം. ആളെത്രാമത്തെയാ? രണ്ടാമത്തെ ആളാണ്. സ്നേഹം കുടുംബം എന്താ വിളിക്കുന്നത്? ആണോ? യെസ്. ഓക്കെ, സന്തോഷം. ഹലോ സൂസൻ, ഹൗ ആർ യു? I'm good also. How's been my gifts?
Perfect. Yeah. Surprise. Really surprise. You keep always, okay? Yeah, I will never trouble. Yeah. Thank you. This video I will share my fans. Lot of fans test me. It's good. I already share my social media story. ബെന്നിൻ്റെ കൂടെ ഓരോ ഫാമിലി വന്നിക്കാം. ബാ ഇവിടെ നിന്നിട്ട് ബാ ഒരാളിവിടെ. ബെന്ന് വരുന്നവരെയൊക്കെ ഇത് പരിചയപ്പെടുത്തണം. ചുമ്മാതെ വീഡിയോ നമ്മൾ കാണുമ്പം ബെന്നിൻ്റെ കുട്ടികളൊക്കെ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഇതാണ് എൻ്റെ പപ്പയുടെ ബ്രദറ്, എൻ്റെ സിസ്റ്റർ, പണ്ടായിരുന്നു ഞങ്ങൾ കല്യാണം ഇങ്ങനെ ആയിരുന്നു, നാട്ടിൽ വെച്ചായിരുന്നു എന്നൊക്കെ പറയണം. ഇത് എൻ്റെ ഫാദറിൻ്റെ എൽഡർ ബ്രദറാണ് ആൻഡ് ഹിസ് വൈഫ്. രണ്ടുപേര് വേറെ കസിൻസ് ഉണ്ട്. Unfortunately today they cannot come. എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് നമ്മുടെ ലൈഫിൽ? A lot actually. കാരണം എൻ്റെ my first job was under him. So he is technically my ex-boss. ഒരു ദിവസം ലേറ്റ് ആയിട്ട് ചെയ്തപ്പോൾ വഴക്ക് പറഞ്ഞു. അതെ. ഇപ്പോൾ മനസ്സിലായി. A very strict person, but that helped me build my career forward. Thank you. ഇതെൻ്റെ ഫാദറിൻ്റെ എൽഡർ സിസ്റ്റർ. Yes. And her husband twins ആണ്. Okay. ഇവർ രണ്ടുപേരും. അതെ, ഇവർ രണ്ടുപേരും. Okay. സാവിയോ ആൻഡ് അൽഫോൺസ. Okay. ഇത് അൽഫോൺസയുടെ ഹസ്ബൻഡ്. മിസ്റ്റർ ഫെലിക്സ്. അപ്പോൾ സ്നേഹം കൂടുതലുള്ളവർ ബെന്നിൻ്റെ അടുത്തേക്ക് ചേർന്ന് നിന്നു. എന്നാ എല്ലാവരും വാ. ബെന്നിനെ നോക്കുകയും ചിരിച്ചേ ഒന്ന് വിഷ് ചെയ്ത് കിട്ടോ. താങ്ക് യു. എല്ലാം സെറ്റായി. എല്ലാവരും എടുത്തോണം. ഇനി അടുത്ത കല്യാണം ഇവിടെ പറഞ്ഞാൽ ലേറ്റ് ആവും. എല്ലാവരും എടുത്തോണം കേട്ടോ. പാലയിൽ എന്നാണ് വിശേഷം? നമ്മുടെ യൂട്യൂബ് വരുമ്പോൾ ഇത് കാണണം കേട്ടോ. താങ്ക് യു. എൻ്റെ ഫാദറിൻ്റെ യങ്ങർ സിസ്റ്റർ. യെസ്. രണ്ട് മേമ്മമാരുണ്ട്. ഓക്കെ. ദാറ്റ് വൺ ഈസ് ഷീലമേമ്മ, ഇത് ഷേളിമേമ്മ. ഓക്കെ. ഇത് ഷേളിമേമ്മയുടെ ഹസ്ബൻഡ്. പോളങ്ങളിൽ ഞാൻ വിളിക്കും. ചിലപ്പോൾ ചില സമയത്ത് പോളച്ചനുണ്ട്. ആൻഡ് ദ ഡോട്ടർ സേറ. പക്ഷേ ഡോച്ചു എന്ന് വിളിക്കും. ഓക്കെ. ഒരു ആളും കൂടി ഉണ്ട്, ബട്ട് ഹീസ് ഇൻ അബ്രോഡ് ആണ്. ഓക്കെ. ദീസ് ആർ മൈ സിസ്റ്റർ സാൻഡ്ര ജോണി. ഓക്കെ. ഹർ ബെസ്റ്റ് ഫ്രണ്ട്സ് പാരന്റ്സ്. ഓ ഗ്രേറ്റ്. ബെന്നെ ഇവരിൽ ആരോടെങ്കിലും വഴക്കുണ്ടാക്കിയിട്ടുണ്ടോ? പിന്നെ അല്ലാതെ കാത്തി സാന്ദ്ര. ആണോ? ഇവരെ കസിൻസാരുമായിട്ട് അങ്ങനെ ഇല്ല. ബെന്നെ അങ്ങനെ വഴക്കുണ്ടാക്കുമ്പോൾ ക്യാരക്ടർ അല്ലെന്ന് തോന്നുന്നു. അങ്ങനെ പാലയിലുള്ള മമ്മിയുടെ അനിയത്തി അല്ലേ? ചേച്ചി പറയൂ. ചേച്ചി ചേച്ചി നമുക്ക് യൂട്യൂബിൽ കാണണ്ടേ? പറയൂ ചേച്ചി. മരിയമ്മ പറ. ചേച്ചി ഇൻവേർട്ടറാണ്. ഇത് എക്സ്ട്രാ. ഇത്രയുള്ള പറ. എന്തിനൊക്കെ പറ. ദിവ്യ കേൾക്കും. ദിവ്യ കാണുമ്പോൾ ദിവ്യക്കൊരു സന്തോഷമാണ്. ആണോ? നിങ്ങൾക്ക് അറിയാവുന്ന ബെന്നിനെ കുറിച്ച് പറഞ്ഞു. Ben is looking very handsome today. Divya is a very lucky girl. Congratulations, Ben and Divya, on your happy wedding. ബെന്നെ അമേരിക്കയിൽ നിന്ന് വന്ന പപ്പയുടെ യങ്ങർ ബ്രദറാണ്. യങ്ങസ്റ്റ് ബ്രദർ ആൻഡ് ഹിസ് ബ്യൂട്ടിഫുൾ വൈഫ്. ഇന്ന് ആങ്കർ ഉണ്ടോ? ഇന്നത്തെ പ്രോഗ്രാം ഇന്ന് ആങ്കർ ഇല്ല. ഇന്ന് റെസ്റ്റ് ഡേ ആണ്. ഓക്കെ. ഞാൻ റെഡി ആക്കി തരാം. വെയിറ്റ്. ഇങ്ങനെ തന്നെ ഇരിക്കണേ. ഞാൻ റെഡി ആക്കി. ഒരാളിരുന്നു. എല്ലാവരും ആയി. ബാ ചേർന്ന് നിന്നു. ബാ ഇങ്ങോട്ട് കയറി. ഈ കൈ പുറകോട്ട് വെക്കുന്നോ? പറ്റണോ? എന്ന് ചേർന്ന് അമ്മയൊന്ന് ചേർത്ത് പിടിച്ചു. ഓക്കെ റെഡി. എല്ലാവർക്കും ബെന്നിനോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന എന്തോ ഒരു മെസ്സേജ് ഇവരുടെ ലൈഫ് വെച്ചാണ് പറയുന്നത്. ഓരോരുത്തർ അവരുടെ ലൈഫ് കൊണ്ടാണ് പറയുന്നത്. ആദ്യം സാറ് പറയും. തീരുമാനങ്ങൾ രണ്ടുപേരും ഒരുമിച്ചെടുക്കുക. ബെസ്റ്റ് വിഷസ് ഫോർ ബെൻ ആൻഡ് ദിവ്യ ഫോർ ദി ഫ്യൂച്ചർ ലൈഫ്. ഇവരുടെ ഫാമിലി ലൈഫ് കൊണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ എങ്ങനെയാണ്. Good luck with marriage. When you take some plans, make sure consult each other. Right. Finally. ഓക്കെ. കഴിയുന്നതും പരസ്പരം കൺസൾട്ട് ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുക. നന്നായിട്ട് ആഗ്രഹിച്ചു പോകുമ്പോൾ എല്ലാവരും ക്ലാപ്പ് ചെയ്യാമോ? വാ. Today I got to meet Ben, and it's after 9 months of long distance we are getting married today. It's a very blessed feeling. Hi. Wow, my gorgeous. Hello. Looking very handsome. You really look beautiful. You too.
പുതിയ കുടുംബത്തിൻ കതിരുകളുയരുന്നു, തിരുസഭ വിജയത്തിൻ തൊടുകുറിയണിയുന്നു. പുതിയ കുടുംബത്തിൽ കതിരുകളുയരുന്നു, തിരുസഭ വിജയത്തിൽ തൊടുകുറിയണിയുന്നു. അവനിയുമുന്നതമാ അമ്പരവീഥികളും മംഗളഗീതികളിൽ മുങ്ങി വിളങ്ങുന്നു. അങ്ങനെ പള്ളിയിലെ കെട്ടൊക്കെ കഴിഞ്ഞത് ബെന്നിൻ്റെ വീട്ടിൽ വന്ന് കയറിയിട്ട് ശേഷമാണ് അറ്റ്ലസിലേക്ക് ഞങ്ങൾ നമ്മുടെ റിസപ്ഷന് വന്നത്. ഇപ്പം വന്നിട്ടുള്ള ദിവ്യയുടെ ഫാമിലിയാണ് കേട്ടോ. ഇവിടെ വന്ന് കയറിയപ്പം തന്നെ അവരിത് ഒരു എല്ലാവർക്കും ഒരു കോഫി സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ നിൽക്കുന്ന ദിവ്യയുടെ ഒരു ചേച്ചിയാണ്, കസിനാണ്. ഇത് മൂത്ത ചേച്ചി. ഈ വണ്ടിയിലാണ് അവർ വരുന്നത് കേട്ടോ. കൈ പിടിച്ചുകൊണ്ട് വരണേ, കൈ പിടിച്ചു. യെസ്, ഇത് അവർ വരുന്നുണ്ട്. ദിവ്യയുടെ വരവ് കണ്ടിട്ടേ ദിവ്യ ആദ്യമായിട്ട് ഇവിടെ വരുന്നെന്ന് തോന്നുന്നു. ഈ വീട് കാണുന്നത് ആദ്യമായിട്ട് തോന്നുന്നു. ആ പക്ഷെ ഇന്നലെ വന്ന പോലെ അല്ലല്ലോ ഇപ്പം വരുന്നത്. അല്ലല്ല, ഈ കൈ പിടിച്ച് വന്ന പോലെയാണോ ഇന്നലെ? അല്ല, ഇപ്പൊ ഒരു വെറൈറ്റി. ഇപ്പം വൈഫായില്ലേ? ഞങ്ങൾ വെഡിങ് കഴിഞ്ഞ് ഇത് റിസപ്ഷനായിട്ട് അറ്റ്ലസിലേക്ക് പോവാണേ. യാ, ഇങ്ങനെ കാണിച്ചേ. യെസ്, അവസാനം അത് സംഭവിച്ചു. Very happy. 9 months spent like this. ഇനിയിപ്പോൾ ബൈ പറയേണ്ട ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇനിയിപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ട്. No more online video calls. Surprisingly it went so quick and I'm really happy. ആശംസകളും ഇവരെ മേൽച്ചൊരിഞ്ഞുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിറഞ്ഞൊരു കയ്യടി ഗ്രാൻഡ് വെൽറ്റി കൊടുക്കാം. എവിടെയാ സ്ഥലവും? പാല. ആ, ബിനു സീൻസ് ആണ്. അപ്പൊ എങ്ങനെയുണ്ട് സന്തോഷം? ഒരുപാട് ആൾക്കാരുടെ എല്ലോട്ട് ഇറങ്ങി ചെന്ന് ഫോട്ടോ എടുക്കുന്ന ആൾക്കാർ. ഓക്കെ, താങ്ക് യു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടതിൽ സന്തോഷം. നിങ്ങളെല്ലാം പ്രോഗ്രാമും കാണാറുണ്ട്. താങ്ക് യു. പാലായിൽ എവിടാ? മീനിശി. ഓക്കെ. ഇവിടെ എങ്ങനെ വന്നു കേട്ടു? ബെന്നിന്റെ അമ്മ, എന്റെ അനിയത്തിയുടെ ആ, ബെന്നിന്റെ മമ്മയുടെ ചേച്ചി പാലായിലുണ്ടല്ലോ. ഷാൻഡിയുടെ ആംഗ്ല കെട്ടിയിരിക്കുന്ന ഇവരുടെ അനിയത്തിയാണ്. ഓക്കെ, ഇങ്ങനെ പരിചയപ്പെടുമായിരുന്നു ആളിനെ. ആ, വീഡിയോ കാണുന്നതാണെന്നൊക്കെ പറഞ്ഞു. ഞാനിപ്പം പറഞ്ഞു ആളുടെ ചേച്ചി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. Binu scenes അടിപൊളിയല്ലേ? അടിപൊളി ടീം. Everything about Mr. Binu over here. He guide us. പറയാൻ വാക്കുകളില്ല എന്നൊക്കെ പറയത്തില്ലേ? A good team. It's a great teamwork and good photos. Good എന്ന് പറഞ്ഞാൽ പോരാ. It's like great photos. I have seen the photos. Super, very helpful.